കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ലവ് ബൈറ്റ്സ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. കൂടെ റീനു. പിന്നെ അമല പോളിന്റെ സിനിമകൾ കണ്ടിട്ടില്ലേ? ഒരുപാട് പ്രണയമുള്ള സിനിമകളാണ്. അപ്പം അമലയ്ക്ക് പ്രണയത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാതിരിക്കണമല്ലോ. ഇനി കുറേ ഫ്രണ്ട്സിന്റെ പ്രണയം കണ്ടിട്ടുണ്ടെന്നൊക്കെ അമല പറഞ്ഞു. അമല പ്രണയിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താ? ഈ ലോകത്ത് പ്രേമിക്കുന്ന ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കപ്പിൾസും ഒരുപാട് സ്നേഹിക്കട്ടെ, അവരുടെ പ്രണയങ്ങളെല്ലാം പൂവണിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനും ഇങ്ങനെ സ്ഥിരമായിട്ട് ആശംസിക്കാറുണ്ട് അമല. ഒത്തിരി പ്രണയങ്ങളെ പൂവണിയാറുമുണ്ട്. എന്നാലും ചിലർക്കെങ്കിലുമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളെ നഷ്ടപ്പെടാറുമുണ്ടല്ലേ. എന്നാലും പ്രണയത്തെ വെറുക്കാൻ പാടില്ല കേട്ടോ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ വി ആർ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ്. സ്റ്റേ ട്യൂൺ ഫോർ എ ടൺ കണക്കിന് റൊമാൻസ്. Love is beautiful. An unexpected person came to Club FM's Love Bites last year. None other than Bhumika. Club FM'il ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. അന്ന് ഭൂമിക്കയുടെ അടുത്ത് റീനു ചോദിച്ചു ഭൂമിക്കയ്ക്ക് പറയാനുള്ള ഒരു ലവ് മെസ്സേജ് എന്താന്ന്. You know what she said? Respect each other. Don't get too pushy in a relation. And the more you smile and laugh, the better it is. There are a lot of people who send us messages saying, I love one girl, but I'm very scared to go and tell her. I love this guy. I'm scared to tell him. What will you tell them? Just go and tell whoever you want. You may never get another chance. 1. And 2, if they accept, good. If they don't, well, still you did what you had to do. Go ahead. ഇത് പ്രണയത്തിലൊരു നല്ല ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. പ്രണയം തുറന്ന് പറയാ. സ്വീകരിച്ചാൽ അവർക്ക് നമ്മളെ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടെന്ന് വിചാരിക്കാം. സ്വീകരിച്ചില്ലെങ്കിൽ അവർക്കത് പോയിന്ന് വിചാരിക്കാം. അല്ലാണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ആ പ്രണയം ഉള്ളി വെച്ച് നമ്മൾ നീര് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ എന്ന ചോദ്യത്തോടെ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് സോങ് ഇൻ ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഐ എം റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ലൂസിങ് an argument is better than losing someone you love. പറയാൻ എളുപ്പം, പ്രവൃത്തിയിൽ വരുമ്പോഴാ ബുദ്ധിമുട്ട്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ആൻഡ് റീനു രാജീവ് പിള്ളയുടെ അടുത്ത് ചോദിക്കുക പ്രണയിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താ? ഇപ്പൊ നമ്മുടെ ലവ് ബൈറ്റ്സിന്റെ ലിസണേഴ്സിനോടെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. കീപ് ലവിങ്. അതെ, കീപ് ലവിങ്. whatever happens, keep on loving. എന്ത് സംഭവിച്ചാലും പ്രണയിച്ചുകൊണ്ടിരിക്കാന്ന്. ഈ ഒരു കാര്യമാണ് ബുദ്ധിമുട്ട്. പ്രണയിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷെ അയാൾ കുറെ കുറ്റങ്ങൾ ചെയ്താലോ, തെറ്റുകൾ ചെയ്താലോ, നമ്മളെ വേദനിപ്പിച്ചാലോ, ആ അവസരത്തിൽ നമുക്ക് പ്രണയിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റുമോ? ട്രൂ ലവ് ആണെങ്കിൽ ഒരു പരിധി വരെ, പരിധിന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്, അറിയാലോ. നമ്മളൊക്കെ ഒപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പലതും കേട്ടാ. എന്നാലും ഒരു പരിധി വരെ എല്ലാം ക്ഷമിക്കണം. അയാളെ അയാളായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യണം, മനസ്സിലാക്കണം, പൊറുക്കണം, അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Once in a while, right in the middle of an ordinary life, love gives us a fairy tale. Club FM'il ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. അതെ, മക്ബൂല ലവ് ബൈറ്റ്സിൽ വന്നപ്പോൾ ഒരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എന്താന്ന്? ആള് കുറെ തമാശയുടെ ഇടയ്ക്കൊക്കെയാ പറഞ്ഞ്, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മെസ്സേജ്. പ്രണയിക്കുക, ടൺ കണക്കിന് പ്രണയിക്കുക. അതവരെ ടൺ കണക്കിന് പ്രണയിക്കുന്നുണ്ടാവും. പ്രണയത്തിന് പഴയ വാല്യൂ, അതിന്റെ വില ഇപ്പോഴും ഉണ്ടോ? ഉണ്ടാവും. നമ്മൾ പ്രണയത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനാണ്. കാരണം നമ്മൾ ടൈം പാസിന് വേണ്ടി പ്രണയത്തിനെ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. നമ്മളൊരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രേമിക്കുന്നതെങ്കിൽ അവൻ എങ്ങനെയായാലും അവളെ കൊണ്ട് പോകുള്ളൂ. രണ്ടാമത്തെ ആളാ പറയുന്നല്ലേ പ്രണയത്തിനെ സീരിയസ് ആയിട്ട് കാണുന്നത്. ഇനി സീരിയസ് ആയിട്ടാണ് ആ പ്രണയമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും അയാളെ നമ്മൾ സ്വന്തമാക്കിയിരിക്കും. ചിലരല്ലേ ചില കൊച്ചു കൊച്ചു റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവായി പോകുന്നത്. അതൊക്കെ ശരിക്കും കള്ളത്തരമാണ് കേട്ടോ. ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആർക്കും അവരെ പിരിക്കാൻ കഴിയില്ല. അങ്ങനെ പോയിട്ടുള്ള ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അവരത് ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലേ? ഇത് ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.